രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നു. പതിയെ പതിയെ എത്താനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആരോപണങ്ങൾ വന്ന് പ്രശ്നം ഗുരുതരാവസ്ഥയിലേക്ക് പോയാൽ രാജിവെക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നേതൃത്വം പറയുന്നതാണ്, ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായാൽ രാജിവെപ്പിക്കും, രാജി ചോദിച്ചു വാങ്ങുമെന്നുള്ള അവസ്ഥയിൽ. ശരിക്കും ഈ പറയുന്ന ഒരു രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകേണ്ടതുണ്ടോ? അല്ലെ, രാജിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം ധാർമ്മികമായൊരു ചോദ്യത്തിൻ്റെ പ്രശ്നമാണല്ല. കുറേ കാലമായിട്ട് നമ്മുടെ രാഷ്ട്രീയ ലോകം അത്തരത്തിലുള്ള ധാർമ്മികതകളാരും പരിപാലിക്കാറില്ല എന്ന് നമുക്കറിയാവുന്നു. മുൻകാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലം നമ്മൾ പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ഒരുപാട് മന്ത്രിമാരെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ധാർമ്മികത ഇവരാരും പുലർത്താറില്ല. അങ്ങനെ പുലർത്തുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് പുതിയ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവരുന്നത്. മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ. അത് MLA മാർക്കൊക്കെ ബാധകമായി മാറാൻ സാധ്യത കൂടുതലാണ്. 30 ദിവസങ്ങളിലധികം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവരുടെ മന്ത്രിസ്ഥാനവും MLA സ്ഥാനമൊക്കെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാക്കപ്പെടും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വന്ന് ചർച്ചകൾ നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർ രാജിവെക്കേണ്ടി വരില്ല. പകരം കേസ് വന്നു, പരാതി ഉണ്ടാകും, കേസ് വരുന്നു, കേസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിൽ ഈ പറയുന്ന കാലാവധി കിടന്നുപോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പോകും. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പുതിയ ലോകം രൂപപ്പെട്ട് വരികയാണ്. ഈ ലൈംഗിക ആരോപണങ്ങൾ ഒക്കെ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ആരോപണങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ രാജിവെക്കേണ്ട എന്ന സമീപനമാണ് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമുക്കറിയാം നടൻ മുകേഷിൻ്റെ കാര്യം, അഥവാ എൽദോസ് കുന്നപ്പള്ളി. അപ്പോൾ ഇവരെല്ലാം MLA മാരായിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ കടുത്ത ആരോപണം വന്നതാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? മുങ്ങി നടന്നു, രാജിവെച്ചില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ മറന്നുപോയി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതിയും അത് തന്നെയായിരിക്കും. കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് പോകും, രാജിവെക്കൂല. അങ്ങനെ രാജിവെക്കാതെ ഈ കാര്യങ്ങൾ അവസാനിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് പ്രശ്നമാകുന്നത് എപ്പോഴാണ്? പ്രശ്നമാവുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്താണ്. തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയമായിരിക്കും ആ നിയമമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടാൽ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു കാലത്തും പരാജയപ്പെടില്ല എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു ജനങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകരാണ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്. അതിനുവേണ്ടി മുന്നണിയിൽ നിന്നത് അവരായിരുന്നു. കാരണം ഐസ്ക്രീം പാർലർ കേസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുപ്പിനനുസരിച്ച് ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഒരടിക്കുള്ള മരുന്ന് ജനങ്ങളുടെ കയ്യിലുണ്ട്, അതവരടിക്കും. അത് മുകേഷിന് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നമ്മൾ സാധാരണ 8 നിലയിൽ പൊട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇയാൾ 16 നിലയിൽ പൊട്ടാനുള്ള സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനും ആ വഴി ആണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. രാജിവെക്കൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പാലക്കാട് പക്ഷേ ഇനിയൊരു മത്സരത്തിനപ്പോൾ രാഹുൽ മെനക്കെട്ടിട്ട് കാര്യമില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുമല്ലേ? അല്ല, പാലക്കാട് ഇനി അദ്ദേഹം മത്സരിക്കാൻ പോയിട്ട്, പാലക്കാട് മാത്രമല്ല ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് പ്രശ്നമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫലം എന്നുള്ളതാണ്. തിളങ്ങി നിന്ന ഒരു നക്ഷത്രം പെട്ടെന്ന് ബ്ലാക്ക് ഹോളായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം വരുന്നു. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ കത്തിക്കയറി വന്ന ആളാണ്. നമുക്കറിയാം രാഹുലിൻ്റെ പ്രസംഗങ്ങളും ഈ പറയുന്ന എതിരാളികളെയൊക്കെ നിലംപരിശാക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളുമൊക്കെ SFIക്കാരെയൊക്കെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഈ രാഹുലിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ. അത്രയേറെ കരുത്തോടു കൂടി നിന്ന ഒരു നേതാവാണ്. ഒരു പക്വതയില്ലായ്മയല്ലേ ശരിക്കും ഇത്തരം ആരോപണങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭാവി തന്നെ ഇല്ലാതായി പോവുകയല്ലേ?
അല്ലെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ, അത് രാഷ്ട്രീയം മാത്രമായിരിക്കും. ഈ രാഷ്ട്രീയവും അതിൻ്റെ ഒപ്പം പെണ്ണും ഒക്കെ വന്ന് പെട്ടുകഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ലക്ഷ്യം തെറ്റിയ ആളുകൾക്ക് എപ്പോഴും ജനകീയ കോടതി വിധിക്കുന്നത് പരാജയമായിരിക്കും. കാരണം ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കെതിരെ ആരോപണങ്ങളുടെ വലിയ ശരകൂടം തന്നെ നിർമ്മിക്കാനായിട്ട് എതിരാളികൾക്ക് കഴിയുന്ന ഒരു അവസ്ഥ നാം സൃഷ്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് രാഹുലായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന വിഷയമാണല്ലോ, മറ്റുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സ്വയം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാരണവശാലും അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആയുധപ്പുരയാകാൻ പാടില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ശത്രുക്കൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ആയുധം നിർമ്മിക്കുന്ന ഒരു ആയുധപ്പുരയായി മാറി. അതാണ് അദ്ദേഹത്തിൻ്റെ അപക്വത എന്ന നിലക്ക് പ്രിയൻ വിശേഷിപ്പിച്ച വിഷയം. അത് അപകടമാണ് രാഷ്ട്രീയത്തിൽ. അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഇനി അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ, പല രാഷ്ട്രീയ നിരീക്ഷകരോടും ഒക്കെ സംസാരിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നേതാക്കൾക്കെല്ലാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളോ ഇല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങളോ ഒക്കെ വരികയും അവരതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ്സിൽ ഇതൊരു ആഭരണമായിട്ട് കണക്കാക്കുകയുള്ള ഒരു പ്രശ്നമല്ല എന്നാണ് പരിഹാസ രൂപേണയെങ്കിലും മറ്റുള്ള ആൾക്കാർ പറയുന്നത് എന്നുള്ളതാണ്, ഈ പ്രത്യേകിച്ച് വിമർശകരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ശരിക്കും കോൺഗ്രസ് അങ്ങനെയാണോ? കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊക്കെ നേതാക്കൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടതല്ലേ? അല്ല, നടപടികളെക്കാൾ ഉപരി ഇപ്പം നടപടി എന്നുള്ളതിന് നടപടിക്ക് അങ്ങനെ വലിയ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ശീലങ്ങൾ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിങ്ങനെ എല്ലാവർക്കും എതിരെ ചിലതൊക്കെ ശരിയായിരിക്കും, ചിലതൊക്കെ പാതി ശരിയായിരിക്കും, ചിലതിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. മുകേഷ് MLA രാജിവെച്ചില്ല, രാജിവെക്കേണ്ടെന്നാണ് പാർട്ടി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജിവെച്ചില്ല. ഇപ്പോൾ PK ശശിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ P ശശിയുടെ കാര്യത്തിൽ അതുപോലുള്ള ആരോപണങ്ങളൊക്കെ വന്ന നേതാക്കളുടെ കാര്യത്തിലൊക്കെ പാർട്ടി അന്വേഷിക്കുകയാണ് CPM-നകത്ത് ചെയ്തത്. പാർട്ടിക്ക് അതായത് പറഞ്ഞതെന്ന് പറയുന്നത് പാർട്ടിക്ക് കോടതിയും പോലീസും ഒക്കെ ഉണ്ട്, പാർട്ടി അങ്ങനത്തെ ഒരു സംവിധാനമാണ് എന്നാണ്. എന്നിട്ട് അത് ഈ പറയുന്ന കഠിനമായിട്ടുള്ള ഒരു പീഡനമല്ല, മൃദുപീഡനമാണ് നടന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അത്ര കട്ടിയുള്ള വലിയ ഹാർഡായിട്ടുള്ളൊരു പീഡനമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിനകത്ത് നീതി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അല്ലേ, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നമുക്ക് P ശശിയുടെ കാര്യത്തിലായാലും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുടെ കാര്യത്തിലൊക്കെ, മുകേഷിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും പാർട്ടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് തൃപ്തികരമായിട്ട് പാർട്ടി അണികൾക്ക് തോന്നിയ കാര്യങ്ങളല്ല. അവർക്കത് ശരിയല്ല എന്നുള്ള വിശ്വാസമാണ് നിലവിലുള്ളത്. പക്ഷേ പാർട്ടി മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് അവിടെ അങ്ങനെ തീരുമാനമെടുക്കുന്നത്. അതവരുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം മുകേഷിനെ രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന മത്സരത്തിൽ ഇടതുപക്ഷം തോറ്റു. അതൊഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ ധാർമ്മികതയിൽ കുറച്ച് പെയിൻ്റ് അടിച്ചു, അത് ചീത്തയാക്കി. അതാണ് അതിൻ്റെ അകത്ത് സംഭവിച്ചത്. കോൺഗ്രസിൻ്റെയും സ്ഥിതി ഇതൊക്കെ തന്നെയായിരിക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വശത്തവർ അവരുടെ പാർലമെൻ്ററി പവർ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് ദുർബലപ്പെട്ടു പോകും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ശശിമാർ നമ്മളുടെ സമൂഹത്തിനകത്ത് കൂടിക്കൂടി വന്നാൽ നമ്മൾക്ക് സങ്കടപ്പെടുക എന്നല്ലാതെ, നിസ്സഹായത കാണിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.